ഫാമിലി വിത്ത് അറൈവൽ ഓഫ് ദ ഫസ്റ്റ് ബേബി. അന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛൻ പറഞ്ഞു, ഉണ്ടാകുമ്പോൾ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അതപ്പോൾ സത്യമാണ്. അന്ന് പറഞ്ഞൊരു കാര്യമാണ്, എവരി ഫാമിലി പ്രോബ്ലം ക്രീപ്സ് ഇൻ ദ ഫാമിലി വിത്ത് അറൈവൽ ഓഫ് ദ ഫസ്റ്റ് ബേബി. അപ്പോൾ അറ്റൻഷൻ കുഞ്ഞിലേക്കാകും. അത് ചെറിയ അന്ന് വരെ അച്ഛ വിളിച്ചുകൊണ്ടിരുന്നതൊക്കെ കുഞ്ഞിലേക്കാകും. പിന്നെ സെക്കൻഡ് വരുമ്പോഴത്തേന് സെക്കൻഡിലേക്കാകും. അപ്പോൾ ഫസ്റ്റ് ബേബിക്ക് സിബിളിംഗ് റിവൽറി ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകും. ഇതിൻ്റെ ഒരു ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഇസാക്കിൻ്റെ കുടുംബം. 2 മക്കളുണ്ടായി. ആരൊക്കെ? ഏശാവും യാക്കോവും ഉണ്ടായി. അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അമ്മയ്ക്ക് ഇഷ്ടം ആരെയായിരുന്നു? യാക്കോവിനെ ആയിരുന്നു. അപ്പന് ഇഷ്ടം ആരെയായിരുന്നു? ഏശാവിനെ ആയിരുന്നു. അപ്പൻ്റെ മൂത്ത മോനും അമ്മയുടെ ഇളയ മോനും. നമ്മുടെ വീടുകളിൽ നേരെ തിരിച്ചുണ്ടാകും. ഒറ്റമോനുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. പക്ഷെ ഒറ്റമക്കളുടെയും കാര്യം വലിയ കഷ്ടമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്താ കാര്യം ചോദിച്ചാൽ, ഇവരിങ്ങനെ പൊന്നെ പൊതിയെന്നും പറഞ്ഞുകൊണ്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ പിന്നെ അവൻ കല്യാണം കഴിക്കുമ്പോൾ അവരതനുസരിച്ച് വളർന്നില്ലെങ്കിൽ അതൊരു അവർക്ക് ഹർട്ടാകും. ഈ പിള്ളേർക്ക് ഇപ്പോൾ ഹർട്ടാകത്തില്ല, അവരവരുടെ പണിക്ക് പോകും. എന്നാലും അപ്പനും അമ്മയ്ക്ക് ഹർട്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ നമുക്ക് വലിയ മടിയല്ലേ. പക്ഷെ ഈ കുടുംബത്തിൽ പറ്റിയൊരു കാര്യം, യാക്കോബിനെ ആയിരുന്നു അമ്മയ്ക്ക് ഇഷ്ടം, യേശാവിനെ ആയിരുന്നു അപ്പന് ഇഷ്ടം. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെയൊക്കെ വീടുകളിൽ സ്വാഭാവികമായിട്ടും മലയാളി കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൻ്റെ മോളും അമ്മയുടെ മോനും. അത് പിന്നെയും സഹിക്കുക. എന്നാൽ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയും മക്കളും ഒറ്റക്കെട്ടാണ്, അപ്പൻ ഒറ്റയാണ്. ഇതാണ് വേറൊരു പ്രശ്നം. അമ്മയും മക്കളും ഒറ്റക്കെട്ട്, അപ്പനും ഒറ്റ. ഇത് അൺഹെൽത്തി ഫാമിലിയാണ്. അപ്പനും അമ്മയും ഒറ്റക്കെട്ടായിരിക്കണം, പിള്ളേർ സബ് ടീമായിരിക്കണം. പിള്ളേരടിക്കുന്ന ഒരു ഗോളും നമ്മുടെ കോർട്ടിൽ കയറാതെ അപ്പനും അമ്മയും കൂടി ഇങ്ങനെ നിൽക്കണം, ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അതായിരിക്കണം അവരൊരു ടീം, മറ്റേത് സബ് ടീം. ഇവർ തമ്മിലായിരിക്കണം യുദ്ധം. പക്ഷേ ഈ ടീമിൽ ഇവരൊന്നാണെങ്കിൽ ഇവരുടെ മറ്റൊരു ഒരു തന്ത്രമുണ്ട്. ബ്രിട്ടീഷുകാർ പണ്ട് നാട്ടിൽ നടത്തിയൊരു കാര്യമുണ്ട്, ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കും. ആരെങ്കിലും ഒരാളെ സ്വാധീനിച്ച് കാര്യങ്ങൾ നടത്താൻ മിടുക്കരല്ലേ മക്കളൊക്കെ. അപ്പോൾ ഈ ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കും.